ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാർജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ലോസ് കൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു ആറ്റത്തിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളിൽ നിന്നുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ ആറ്റത്തിൽ നിന്ന് പുറത്തു പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഗെയിന് സംഭവിക്കുന്നു, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. അപ്പോൾ അവിടെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണത്തിലുണ്ടാകുന്ന ഇംബാലൻസ്, ആ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് ചാർജ്. അപ്പോൾ ബേസിക്കായിട്ടുള്ള ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജ് തന്നെയാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻19 ആണ്. ഈ ചാർജിൻ്റെ യൂണിറ്റ് കൂളോം എന്ന യൂണിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാർജിനെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൊണ്ടുള്ള ചാർജ് ആണെങ്കിൽ അതിനെ നമ്മൾ -1.6 × 10⁻⁻19 എന്നും, ഒരു പ്രോട്ടോൺ കൂടുതലാകുന്നത് കൊണ്ടുള്ള ചാർജ് ആണെങ്കിൽ അതിനെ +1.6 × 10⁻⁻19 കൂളോം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചാർജിൻ്റെ ബേസിക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഗതിയാണ് എന്ത്? ഇലക്ട്രോണിൻ്റെ ചാർജ്. അതുപോലെ ഇലക്ട്രോൺ ഗെയിന്, ഇലക്ട്രോൺ ലോസ്. ഇലക്ട്രോൺ ഗെയിൻ ആണെങ്കിൽ ഒരാറ്റത്തിൽ ഒരു ഇലക്ട്രോൺ കൂടുതലാവുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് ചാർജും, ഇലക്ട്രോൺ കുറവാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ ലോസാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ചാർജുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് അല്ലേ, രണ്ട് പോസിറ്റീവ് ചാർജ് തമ്മിലാണെങ്കിൽ അവിടെ റിപ്പൽഷൻ, അവ തമ്മിൽ എന്ത് ചെയ്യുന്നു? റിപ്പിൽ ചെയ്ത് പോകും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ആണെങ്കിൽ അവ തമ്മിൽ എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് റിപ്പിൽ ചെയ്ത് പോകും. അതായത് ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അവ എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്നു. അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ഇനി ഈ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, ഈ അട്രാക്ഷൻ്റെയോ അല്ലെങ്കിൽ റിപ്പൽഷൻ്റെയോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് കണ്ടുപിടിക്കുന്ന ലോ ആണ് കൂളോംസ് ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൂളോംസ് ലോ അല്ലേ. The force between two charges is directly proportional to product of two charges and inversely proportional to square of the distance between them. ഈ R എന്നത് രണ്ട് ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. We can write this as F = 1/4πε0. ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് 1/4πε0. ഇതിൽ ε0 എന്നുള്ളത് പെർമിറ്റിവിറ്റി ഓഫ് എയർ ആണ്, അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ ഫ്രീ സ്പേസിനാണ് നമ്മൾ ε0 അല്ലെങ്കിൽ ε0, രണ്ട് തരത്തിലും പറയാം. ε0 എന്ന് പറയാം, ε0 എന്ന് പറയാം. ഇതിൻ്റെ വാല്യൂ 8.854 × 10⁻⁻12 ആണ് ഈ എപ്സിലോണിൻ്റെ വാല്യൂ. അപ്പോൾ 1/4πε0ൻ്റെ വാല്യൂ ആണെങ്കിൽ 1/4πε0 = 9 × 10⁻9 ആണ്. 9 × 10⁻9. F = here Coulomb's law F = 1/4πε0 × Q1 Q2 / R². ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ചാർജസ് ഏത് സ്ഥലത്തായി കഴിഞ്ഞാലും ചാർജുകൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ചയായിട്ടും യൂണിഫോമായിട്ടും ഒരേപോലെ ആയിട്ടാണ് ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ചാർജിൻ്റെ ഒരു സിസ്റ്റം വരയ്ക്കുകയാണെങ്കിൽ 1 2 3 4 5 ഈ ഒരു ഫോർമാറ്റ് നോക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ല. കേട്ടോ, ഇവിടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ തൊട്ടടുത്തുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടാണ് ചാർജുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ യൂണിഫോം ആയിട്ട്, ഇനി ഇതിന് താഴെ ചാർജസ് ഉണ്ടെങ്കിൽ ഇതേപോലെ 1 2 3 4 5 ഇങ്ങനെ യൂണിഫോം ആയിട്ട്. ഇവിടെ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ താഴെ, ഇനി അതിന് താഴെ വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തു. ഇതിന് നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന പേരാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത ചാർജസ് എപ്പോഴും കണ്ടിന്യൂസ്ലി ആൻഡ് യൂണിഫോംലി ആയിരിക്കും. ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും കണ്ടിന്യൂസ്ലി ആൻഡ് യൂണിഫോംലി.
ആ പോയിന്റ്സ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് കണ്ടിന്യൂസ്ലി ആൻഡ് യൂണിഫോംലി. ഇതിൻ്റെ ഇടയിൽ എന്ത് വരുന്നില്ല, ഒരു ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. എങ്ങനെയാണോ മുകൾ ഭാഗത്തുള്ളത് അതേപോലെ തന്നെയാണ് താഴ്ഭാഗത്തും വരുന്നത്. അപ്പോൾ 3 സിമെട്രിയിൽ 3 സംഗതികൾ 3 ഏരിയകളിൽ എങ്ങനെയാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കാം. ഇതൊരു ലൈനാണ്, നമ്മുടെ കയ്യിലുള്ളത് ഒരു ലൈനാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു വയർ ആണ്, ഒരു കോപ്പർ വയർ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ വയറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ ചാർജസ് ഇതിപ്പോൾ ഒരു ലൈനാണ്. ഇതിലിങ്ങനെ ചാർജ് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ 1 മീറ്റർ ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ട് ആ ക്വാണ്ടിറ്റി നമ്മൾ ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. 1 മീറ്റർ ലെങ്ത്തിൽ എത്ര ചാർജ് ഉണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. അപ്പോൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡ. ലാറ്റിനിലെ ലാംഡ എന്ന ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ടോട്ടൽ ചാർജ് എത്ര ഉണ്ടെന്ന് നോക്കാം. ലാംഡ ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് Q/L. ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ 1 മീറ്ററിൽ എത്ര ചാർജ് ഉണ്ട് അത് കിട്ടാൻ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ചാർജിനെ ടോട്ടൽ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇത് ലാംഡ, ആൻഡ് ദറ്റ് ഈസ് ചാർജ് ഡെൻസിറ്റി ഓർ ലീനിയർ ചാർജ് ഡെൻസിറ്റി, അതാണ് ലാംഡ. ഇനി നമ്മളൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ അല്ലെ, 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വിഡ്ത്തുള്ള ഒരു ഏരിയ, ഇതിനാണ് നമ്മളിപ്പോൾ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്, ഓർ 1 മീറ്റർ സ്ക്വയർ ഏരിയ. ഇതിൽ എത്ര ചാർജ് ഉണ്ട്, ഇതിലിപ്പോൾ ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നൊരു ടേമാണ് ഉപയോഗിക്കുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിനോട്ടിംഗ് ലെറ്റർ ഈസ് സിഗ്മ. നിങ്ങൾ മാത്തമാറ്റിക്സിൽ മറ്റൊരു സിഗ്മ പഠിച്ചിട്ടുണ്ടാവും. ഇത് ക്യാപിറ്റൽ ലെറ്റർ സിഗ്മയാണ്, ഇത് സ്മോൾ ലെറ്റർ സിഗ്മയാണ്. ഇംഗ്ലീഷിൽ പോലെ തന്നെയാണ് ഗ്രീക്കും, അതായത് അതിലുണ്ട് എന്ത്, ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട് സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്. 26 ലെറ്റേഴ്സ് ഇംഗ്ലീഷിലുള്ളതുപോലെ തന്നെ ലാറ്റിനിലും 26 അക്ഷരങ്ങളുണ്ട്. ഇത് ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ നമ്മൾ സാധാരണ സമ്മിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഡിസൈൻ. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി കാണുന്നത് ഇതേ ഫോർമാറ്റിൽ തന്നെയാണ്. സിഗ്മ ഈക്വൽ ടു Q/A ആണ്. അതായത് ടോട്ടൽ ഏരിയ, ടോട്ടൽ ചാർജിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര ചാർജ് ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്നുള്ളത് റോ ആണ്, അതായത് വോളിയം ചാർജ് ഡെൻസിറ്റി. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊരു വോളിയം ആണെങ്കിൽ ഈ വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ട് അല്ലെ, അതിന് നമ്മൾ റോ എന്ന ലെറ്റർ കൊണ്ട്, അതും ലാറ്റിനാണ്, RHO വായിക്കുന്നത് റോ. നമ്മൾ സാധാരണ ഡെൻസിറ്റി മാർക്ക് ചെയ്യുന്ന റോ തന്നെ, മാസ് ബൈ വോളിയം ഡെൻസിറ്റി മാർക്ക് ചെയ്യുന്ന അതേ റോ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ട്, അതായത് ഒരു വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ് അല്ലേ, 1 മീറ്റർ ലെങ്ത് ഇൻറ്റു 1 മീറ്റർ വിഡ്ത്ത് ഇൻറ്റു 1 മീറ്റർ ഹൈറ്റ് ആണ്. അതായത് മീറ്റർ ക്യൂബാണ് വോളിയത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ 1 മീറ്റർ ക്യൂബിൽ എത്ര ചാർജ് ഉണ്ട് എന്നറിയാൻ ടോട്ടൽ ചാർജിനെ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ചാർജിനെ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് റോ കിട്ടും. അത് റോ ഈക്വൽ ടു Q/V. ഇസാൻ. അപ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ 3 തരത്തിലുണ്ട്. ഒന്ന് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത്തത് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ ജസ്റ്റ് കിടക്കുകയാണ്. Next is electric field. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചാർജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയക്കാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട്. ഈ ചാർജിൻ്റെ എഫക്റ്റ് ഉള്ള സ്ഥലങ്ങൾ, ഇത്രയും സ്ഥലത്ത് ഈ ചാർജ് കൊണ്ടുള്ള എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഈ ചാർജിൻ്റെ, ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡാണ്. ആ ചാർജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയക്കാണ് നമ്മൾ അതിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഡയറക്ഷൻ അല്ലേ, പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷൻ ഔട്ട്വാർഡാണ്.
നെഗറ്റീവ് ചാർജിൻ്റേത് ഇൻവാർഡാണ്. അപ്പോൾ ഈ ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ ചാർജിൽ നിന്നും എന്തുണ്ടായിരിക്കും, ഫോഴ്സിൻ്റെ ലൈൻസ് ഓർ ലൈൻസ് ഓഫ് ഫോഴ്സ്, നമ്മൾ പറയുന്നത് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നാണ്. ലൈൻസ് ഓഫ് ഫോഴ്സ് ചാർജിൽ നിന്നും പുറപ്പെടുന്ന അല്ലെങ്കിൽ ചാർജിലേക്ക് വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ലൈൻസ് ഓഫ് ഫോഴ്സ് ഉള്ള സ്ഥലം കംപ്ലീറ്റ് എന്താണ്, ആ ചാർജിൻ്റെ ഫീൽഡാണ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജിലേക്ക് ഇൻവാർഡ് ആയിട്ടാണ് എന്തുണ്ടായിരിക്കുക, ഫീൽഡ് ഉണ്ടായിരിക്കുക. ലൈൻസ് ഓഫ് ഫോഴ്സ്, ലൈൻസ് ഓഫ് ഫോഴ്സ് ചാർജിൻ്റെ ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ്. ചാർജിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ ചാർജിലേക്ക് വരുന്നതോ ആയിട്ടുള്ള ഇമാജിനറി ആയിട്ടുള്ള ഫോഴ്സിൻ്റെ ലൈൻസ് ചാർജിന് ചുറ്റുഭാഗത്തുണ്ടായിരിക്കും. അപ്പോൾ ആ ലൈനുള്ള ഭാഗത്താണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയ, ആ ഏരിയക്കാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർജ് ഇ എന്ന ഇലക്ട്രോൺ കൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ലിസൺ, ഇ എന്ന ഇലക്ട്രോൺ ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ്. ഫോഴ്സ് ബൈ ചാർജ്, ഓക്കെ, റൈറ്റ് ദിസ് ആസ് എഫ് ബൈ ക്യൂ, ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. ഈ ഫോർമുല ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ചാർജ്. ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു, ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ് ഫോഴ്സ്? ബൈ കൂളോംസ് ലോ എഫ് ഈക്വൽ ടു എന്തായിരുന്നു, 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ r² ആണ് ഫോഴ്സ്. ഇതാണ് ഫോഴ്സ്. ഈ ഫോഴ്സിനെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ചാർജ് ക്യാൻസൽ ചെയ്തു, ബാക്കി എന്തുണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r². നമ്മൾ ഈ Q1 Q2 മാറ്റിയിട്ട് ജനറലായിട്ട് Q എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ, 1/4πε0 ഇൻറ്റു Q/r². അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ r². ഇത് വെറും ഫോഴ്സ് അല്ല, ഇതിന് നമ്മൾ പറയുന്ന പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്, 1/4πε0 ഇൻറ്റു Q/r². അല്ലെ, ഒരു Q എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഫോർമുല ഈക്വൽ ടു എഫ് ബൈ ക്യൂ ആണ്. അതിൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r². ഇലക്ട്രിക് ഫീൽഡിൻ്റെ ജനറൽ ഇക്വേഷൻ തന്നെയാണ് ഇത്, 1/4πε0 ഇൻറ്റു Q/r². ഇനിയിപ്പോൾ ഈ ക്യൂവിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ക്യൂവിന് പകരം നമ്മൾ നേരത്തെ എഴുതിയല്ലോ അല്ലേ, നേരത്തെ ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി എഴുതിയപ്പോൾ ലാംഡ ഈക്വൽ ടു എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, Q/A എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ദെൻ വാട്ട് ഈസ് ക്യൂ, ക്യൂ ഈക്വൽ ടു ലാംഡ ഇൻറ്റു എ അല്ലേ. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ഇവിടെ Q/L ആണ് കേട്ടോ, Q/A എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, ലാംഡ എൽ, Q/A എന്ന് എഴുതി. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു Q/A, ദെൻ Q ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഇ. ഈ ഒരു ഫോർമാറ്റ് ഉണ്ട് നിങ്ങൾ. അപ്പോൾ ഈ ക്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അത് മാറ്റിയിട്ട്, ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഷീറ്റാണ്. നമുക്ക് ചാർജ് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് ഒരു ഷീറ്റിലാണെങ്കിൽ ആ ഷീറ്റിലൊരു ഏരിയ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി അറിയാമെങ്കിൽ അല്ലേ, ആ ഏരിയ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാർജായിട്ട് എഴുതാം. ചില കേസിൽ നമുക്ക് ചാർജ് ഡയറക്റ്റ് ഉണ്ടായിരിക്കണം എന്നില്ല, പകരം ചാർജ് ഡെൻസിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടോട്ടൽ ചാർജ് കിട്ടും. ആ ടോട്ടൽ ചാർജിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഈ ലൈൻസിൻ്റെ